ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് അടിപൊളി ഒരു മാലയും അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ചെയിൻ വാങ്ങിച്ചിട്ട് ഒരുവിധ ആൾക്കാർക്കൊന്നും ഈ ചെയിൻ കൊണ്ട് എന്താ ചെയ്യുക എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഒരു ഉപകാരം ആവുകയെന്നുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെയിന് നമ്മൾ പല വലുപ്പത്തിൽ, അതായത് പല വലുപ്പത്തിൽ, ഒന്ന് കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് കുറച്ച് ചെറുത്, അങ്ങനെ ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ട് കുളത്ത് വേണം, അതുപോലെ തന്നെ ജംറിങ്, പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് ബീഡ്സ്, ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് ബീഡ്സ്, അതുപോലെ തന്നെ നൂൽക്കമ്പി, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലെയർ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റും മാലയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് ഒരു കമ്പി എടുത്തു മാറ്റാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കമ്പിയാണ് എടുത്തു മാറ്റുന്നത്. പിന്നെ നമ്മൾ ഓവർ വലുപ്പത്തിലുള്ള മാലയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു അത്യാവശ്യം ഒരു വലിപ്പം, എൻ്റെ ഒരു മോളുടെ അളവിനാണ് ഞാൻ ഒരു മാല ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും അത് എൻ്റെ മോളുടെ അളവിനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ട, കുറച്ച് വലുപ്പമാണെങ്കിൽ കുറച്ച് ചെറുത്, അങ്ങനെയാണ് നമ്മൾ സെയിം വലുപ്പത്തിലല്ല നമ്മളെല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കയറ്റിറക്കം പോലെയാണ് നമ്മൾ ഈ ഒരു ചെയിൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങളിത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം, ഇപ്പോൾ ചെയിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു നൂൽക്കമ്പി എടുത്ത് മാറ്റുക. അതിന് ശേഷം നൂൽക്കമ്പി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെയിൻ എടുക്കുക. നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരു ചെയിൻ എടുത്തതിന് ശേഷം ആ ചെയിനിൻ്റെ ഒരു കണ്ണിയുടെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു കമ്പി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ശീലമായി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു 10 ഇല്ലെങ്കിലും ഒരു 5-6 മാലെങ്കിലും നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഇതിന് മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. പിന്നെ നമുക്കതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ആ ഒരു ചെയിനിൻ്റെ കണ്ണിയുടെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതവിടെ ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റണതാണ് നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ കോറും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു ബ്ലാക്ക് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പറ്റാത്തവർക്കാണ് ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വേണ്ട, ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ 8 ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 8 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, നിങ്ങൾക്ക് ഒന്നാണോ വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. എത്രയാണോ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ മനസ്സിന്. ഇപ്പോൾ 8 പീസ് തന്നെ ഇടണം എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനിണങ്ങി അതേപോലെ നിങ്ങൾക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബ്ലാക്ക് ഇട്ട് കൊടുത്ത് അതിന് പകരം നിങ്ങൾക്ക് വേറെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡാണ്, സിൽവർ ചെയിൻ ആവുമ്പോൾ അതിലേക്ക് ബ്ലാക്ക് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ 8 ബ്ലാക്ക് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 8 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കണ്ണിയുടെ അറ്റം വരെ നമ്മൾ ആ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് കണ്ണിയുടെ ലാസ്റ്റ് വരുന്ന നൂൽക്കമ്പിയുടെ അറ്റം ഉണ്ടാവുമല്ലോ, അറ്റത്തേക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഈ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പരമാവധി ആക്കി കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക. കണ്ട, ഇതേപോലെ ചിലർക്ക് മാത്രമാണ് ഈ ഒരു ഗോൾഡ് ബീഡൊക്കെ കാണുള്ളൂ, ഗോൾഡ് കമ്പിയുടെ അത് കാണുള്ളൂ, ചിലർക്ക് കാണില്ല. പക്ഷെ ഞാൻ കുറേയൊക്കെ നോക്കി, ചിലതിൽ എനിക്ക് കാണുന്നുണ്ട്, ചില ഭാഗത്ത് എനിക്ക് കാണാണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി അത് നൂൽക്കമ്പി കാണാത്ത രീതിയിൽ വേണം നമ്മൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ. ഇപ്പോൾ കണ്ടാലും വലിയ ബോറൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വലിയ ബോറായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന കമ്പി കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട്
സിൽവറിൻ്റെ ചെയിൻ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുക. വീണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ആ കമ്പി അവിടെ പിരിച്ചിട്ട് ബാക്കി വരുന്ന കമ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 5 പ്രാവശ്യമായിട്ട് നമ്മൾ ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിലിങ്ങനെ കാണിക്കണില്ല ഇടുന്നത്. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വട്ടം കൂടെ ഞാനിത് കമ്പി എങ്ങനെ ഇടണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വീണ്ടും കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കമ്പി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളതവിടെ പിരിച്ചിട്ട് ഇതാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തെ ബീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെയാണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്നും ഞാനിങ്ങനെ ഒക്കെ സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തേതിൽ മാത്രം നമ്മളൊന്ന് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡ് കൂട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കമ്പി ഇടുന്നതും ചെയിൻ ഇടുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാനൊന്ന് സ്പീഡാക്കിയിട്ട് കളഞ്ഞതാണ്. ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ജംപ് റിങ് ഈ ഒരു ചെയിനിൻ്റെ അകത്ത് ജംപ് റിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണതാവുമല്ലോ. ഈ ഒരു കമ്പി എങ്ങനെ ഇടുക എന്ന് മാത്രമാണ് ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു ജംപ് റിങ് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ഇടുന്നത് മാത്രമാണ് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, കുളത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മാലയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പോയിട്ട് കാണുക. ഇനി നമുക്കിതിൽ കുളത്തും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാല റെഡി. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേസ്ലെറ്റാണ്. ബ്രേസ്ലെറ്റും ഇതേപോലെ പണിയൊന്നുമില്ല. നമ്മൾ സെൻറ്ററിൽ ഒരു 8 ബ്ലാക്ക് ബീഡും അതുപോലെ തന്നെ അപ്പുറം ഇപ്പുറം ഓരോ ചെയിനും ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസ്ലെറ്റും റെഡി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാലയുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതേപോലത്തെ 2 ചെയിനും അതുപോലെ തന്നെ 8 ബ്ലാക്ക് ബീഡ്. ആകെ സെൻറ്ററിൽ മാത്രമാണ് ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് ബീഡ് കൊടുക്കണുള്ളൂ. പിന്നെ അപ്പുറം ഇപ്പുറം ചെയിനായിട്ട് അങ്ങനെ ഒരു മോഡൽ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചെയിൻ എടുക്കുക. അതിൻ്റെ ഒരു കണ്ണിയുടെ ഉള്ളിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പി ഇട്ട് കൊടുക്കാൻ. കമ്പി ഇട്ട് കൊടുത്തിട്ട് അവിടെ മുറുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കമ്പിയുടെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും വിശദമായിട്ട് പറയണത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ 8 ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്നാണ്ട് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇടാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ചെയിനിൻ്റെ ഉള്ളിൽ കമ്പി ഇട്ടതിന് ശേഷം അവിടെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 8 ബ്ലാക്ക് ബീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് നമുക്ക് എന്ത് ചെയ്യുക, കമ്പി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് മാല ഉണ്ടാക്കിയതിൻ്റെയും കൈച്ചെയിൻ ഉണ്ടാക്കിയതിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. നമ്മുടെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ സ്വയം വീട്ടിലിരുന്നിട്ട് ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.